അസ്സലാമു അലൈക്കും. ദിയ ഫാത്തിമ ലുക്കാണ്. ഇന്ന് പറയാനുള്ളത്, എൻ്റെ മോളെ കാണാതായിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞ് നമ്മളൊക്കെ കരഞ്ഞ് തളർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇടിമിന്നൽ പോലൊരു കോള് വന്നു. ഇടിമിന്നൽ പോലൊരു കോള് വന്നെന്ന് പറഞ്ഞാൽ അത്രയും പ്രതീക്ഷ അർപ്പിച്ചൊരു സംഭവമായിരുന്നു അത്. 2014 ഓഗസ്റ്റിലായിരുന്നു എൻ്റെ മോളെ കാണാതായത്. 2014 ഒക്ടോബർ 10 അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഫാമിലി അവരെ ഷോപ്പിങ്ങിനും മറ്റും ഇറങ്ങിയ സമയത്ത്, അവർ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ എന്തോ വാങ്ങാൻ വേണ്ടി പോയി. ആ സമയത്ത് ഈ ഫാമിലിയിൽ നിന്നൊരു പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടതായിട്ട്, ദിയ ഫാത്തിമേനെ കണ്ടതായിട്ടുള്ള ഒരു അന്ന് പോലും കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മ കൊണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും അടങ്ങുന്ന ആൾക്കാർ ഇങ്ങനെ അവിടെയുള്ള ബേക്കറിയിൽ സാധനം വാങ്ങാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മോളെ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്നുള്ള രീതിക്ക് ആ പെൺകുട്ടി ശ്രദ്ധിക്കുകയും, അപ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നിയ ഒരു സംശയമാണ് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയാണല്ലോ ഇത്, അതേ രൂപസാദൃശ്യം അതേപോലെ തന്നെ ഉണ്ട് എന്ന ഒരു സംശയത്തിൻ്റെ പേരിൽ അവരന്ന് അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ സംശയം മാത്രമായിരുന്നുള്ളൂ. അങ്ങനെ അവർ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് കിടക്കുന്ന സമയത്ത് വീണ്ടും ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് ദിയ ഫാത്തിമയുടെ കേസ് വീണ്ടും കാണാനിടയായി. എൻ്റെ മോളെ കേസ് വീണ്ടും കാണാനിടയായി. അപ്പോൾ അവർക്ക് സംശയമായി. അങ്ങനെ തന്നെ ആ സമയത്ത് നമ്മളെ നമ്പർ തപ്പിപ്പിടിച്ച് അവർ നമ്മളെ ആ രാത്രിക്ക് വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു, ദിയ ഫാത്തിമയുടെ അതേ മുഖസാദൃശ്യമുള്ള അതേ രൂപമുള്ള ഒരു കുട്ടിയെ നമ്മൾ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടു. നിങ്ങൾ തീർച്ചയായിട്ടും അങ്കമാലി ബസ് സ്റ്റാൻഡിൽ KSRTC ബസ് സ്റ്റാൻഡിൽ CCTV ക്യാമറയുണ്ട്. നിങ്ങളെ അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസുകാരോട് പറഞ്ഞിട്ട് ആ CCTV ഫൂട്ടേജ് എടുക്കണം. അതിൽ കുട്ടിയെക്കുറിച്ച് ശരിക്കുള്ള വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ എടുത്തിട്ട് അന്വേഷിക്കണം. കാരണം ദിയ ഫാത്തിമ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ, അന്ന് തന്നെ ഫോണ് പോലീസുകാരെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സ്റ്റേഷനിൽ പോയി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു. അതേ സമയത്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്ന അവരും അങ്കമാലി സ്റ്റേഷനിൽ പോയി അവരും അവിടെ പരാതി കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്ത് പോലീസുകാർ അന്വേഷിച്ച് അതിൻ്റെ ബേക്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടും എന്നുള്ളത് അങ്ങനെ പോയി. ഒരു 5-6 മാസം കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നമ്മളെ കേസ് നടത്തിക്കുന്ന ഒരു വക്കീലുണ്ട്. പാവം അരുൺ കാരണവർ എന്ന് പറഞ്ഞൊരു വക്കീൽ, പാവം സാറാണ്. എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ വിളിച്ചു. അങ്കമാലിയിലെ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് പോലീസുകാരെന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ട് എറണാകുളം ഹൈക്കോടതിയിൽ വരണം. അതിനെക്കുറിച്ചിട്ട് റിപ്പോർട്ട് ഹൈക്കോടതി തേടിയപ്പോൾ അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിലെ CCTV എടുത്തു, അത് നിങ്ങളെ കാണിച്ചു, നിങ്ങളെ കുട്ടി അല്ല എന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ വീഡിയോൻ്റെ ഇത് നമുക്ക് കിട്ടുന്നത്. സംഭവം നമ്മളെ കാണിച്ചിട്ടില്ല, റിപ്പോർട്ട് അവരങ്ങനെ കൊടുത്തതാണ്. അവരങ്ങനെ കേസ് മൂടാനാണോ അല്ലെങ്കിൽ മറക്കാനാണോ എന്ന് അറിയില്ല, അവരങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. ഹൈക്കോടതി നമ്മളെ വിളിപ്പിച്ചു, അതുപോലെ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു. തക്കതായ അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തതാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് നമുക്ക് ഈ അങ്കമാലിൻ്റെ വീഡിയോ നമ്മളെ കയ്യിൽ കിട്ടുന്നതും അതിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അത് നമുക്കൊരു 100% സംശയം മാത്രമല്ല, നമ്മളെ കുട്ടി തന്നെയാണെന്ന് അത്ര ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ
നമുക്ക് ആദ്യം വന്ന കോളായിരുന്നു ദിയ ഫാത്തിമയുടെ ആദ്യത്തെ കോള് തന്നെയായിരുന്നു. നമ്മളെ പൊന്നുമോള് തന്നെയായിരുന്നു. ഒരുപാട് നമ്മൾ എന്താ പറയണ്ട, പല അന്വേഷണ ഉദ്യോഗസ്ഥരോടും ക്രൈംബ്രാഞ്ച് വന്നപ്പോഴും ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് ഏറ്റെടുത്തപ്പോഴൊക്കെ നമ്മൾ അങ്കമാലി CCTVൻ്റെ കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് വരെ അതിനെക്കുറിച്ചിട്ടൊരു എന്താ പറയണ്ട, ശരിയായ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല. വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ അത് ഇത്രയൊക്കെ സ്പ്രെഡായ സ്ഥിതിക്ക്, അതായത് ഇത്രയൊക്കെ സോഷ്യൽ മീഡിയയിലും ലോകം മുഴുവൻ ഇത് അറിയപ്പെട്ട സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ബേസിൽ അവരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ അവരോ കാണാനിടയായിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമല്ലോ. ഇത് നമ്മളാണ്, ഇത് ഇങ്ങനെയൊരു സംഭവമല്ല, അങ്ങനെയൊക്കെ അവർ പരാതി കൊടുക്കണമല്ലോ. പക്ഷേ ഇന്നവരെ അവർ കൊടുത്തതായിട്ടോ പിന്നെ ഇതിനെക്കുറിച്ചൊരു ശരിയായ ഒരു വിവരണം ഇന്നവരെ കിട്ടിയില്ല. അപ്പോൾ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്ത അനാസ്ഥയാണത്. അതിനുശേഷം വന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവരൊന്നും പക്ഷെങ്കിൽ ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു നമുക്ക് തന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ എന്നും ഒരു കുളത്തായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ദിയ ഫാത്തിമ അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ട 2014 ഒക്ടോബർ 10 കണ്ട ആ വീഡിയോയിലുള്ളത് എൻ്റെ മോള് തന്നെയായിരുന്നു. അപ്പം അതൊരു വല്ലാത്തൊരു വേദനയാണ്. കാരണം അതിൻ്റെ ബേക്കിൽ കുറേ നടന്നതാണ്. പക്ഷേ ഇന്നും അതിനെക്കുറിച്ചൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഞാനിതിൽ വീഡിയോ വെക്കുന്നില്ല, ഫോട്ടോ മാത്രം വെച്ച് തരാം. കാരണം വീഡിയോ ഒരുപാട് സ്പ്രെഡ് ഇഷ്ടംപോലെ ആയതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ വെക്കാം. അങ്കമാലി CCTVൻ്റെ ആ കുട്ടീൻ്റെ ഇതായി വരുന്ന ഒരു ഫോട്ടോ വെക്കാം. നമ്മളെ മോള് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇന്ന് വരെ കിട്ടിയില്ല. അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല. അത് നമുക്ക് സംശയമുണ്ട്, നല്ല 100% തന്നെ നമുക്ക് നമ്മളെ ഫാമിലിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഒരു റിപ്പോർട്ട് കിട്ടിയില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു CCTVയുടെ ഇതും കൂടി നമുക്കൊന്ന് ഉറപ്പിച്ച് തന്നാൽ വലിയൊരു ഉപകാരമായിരുന്നു. അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കേസ് നമ്മളെ കേസിൽ ഏറ്റവും ഫസ്റ്റത്തെ തെളിവായിട്ട് വന്ന ഒരു കേസാണ് സംഭവം അത്. അപ്പോൾ അത് ഒന്ന് നിങ്ങളത് അറിയപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് വരുത്തി തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായിരുന്നു. പിന്നെ അതൊരു വലിയ മായാത്തൊരു വിഷമം തന്നെ. എൻ്റെ മോളെ ഇന്നും ആ സ്ത്രീ എടുത്ത് പോകുന്ന, ആ നീല ഡ്രസ്സിട്ട് എടുത്ത് പോകുന്ന ഒരു ദൃശ്യം എൻ്റെ കൺമുന്നിൽ ഇന്നും അല്ല എൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ മിന്നിമാറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മോളെ ആ ഒരു നിങ്ങൾ എനിക്ക് എല്ലാവിധ സപ്പോർട്ട് ചെയ്തിട്ട് അതൊന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതൊന്ന് ശരിയാക്കി തരണം. അതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് തെളിയിച്ചു തരണം. അവർ പോലും അതിനെതിരെ വന്നിട്ടില്ല. അതുകൊണ്ടൊരു സംശയമാണ്. അങ്ങനെ അവരെ ആണെങ്കിൽ ഇത്രക്കാരും കേരളത്തിൽ ഇത്രയും ഇതിൽ അറിയപ്പെട്ട സ്ഥിതിക്ക്, ഇത്രയും സ്പ്രെഡായ സ്ഥിതിക്ക് അതിനെക്കുറിച്ചിട്ട് എന്തായാലും അറിയാതിരിക്കില്ല. അപ്പോൾ അവർ പോലും അതിനെതിരെ വന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ എനിക്ക് സഹായിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.